സ്റ്റൈഫൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് PG ഡോക്ടർമാരും ഹൗസ് സർജൻമാരും ഇന്നു മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പ്രതിഷേധ പ്രകടനവും മാർച്ച് നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? സ്റ്റൈഫൻഡുമായി ബന്ധപ്പെട്ട സ്റ്റൈഫൻഡ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് PG ഡോക്ടർമാരുമായി പ്രധാനമായിട്ടും സർജന്റുമാരും ഇന്ന് അനിശ്ചിതകാല സമരം നടത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിര കഴിഞ്ഞ 5 മാസമായി ഹൗസ് സർജന്മാർക്കും അതുപോലെ തന്നെ PG ഡോക്ടർമാർക്കും സ്റ്റൈഫൻഡ് ലഭിക്കുന്നില്ല. ഈ സ്റ്റൈഫൻഡ് കിട്ടുന്നത് വരെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാനാണ് PG ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും സംഘടനയുടെ തീരുമാനം. കൊല്ലം ജില്ലയിൽ ESI മെഡിക്കൽ കോളേജ് മാത്രമാണ് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയായുള്ളത്. ഇവിടുത്തെ ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരുമാണ് ഇന്ന് സംയുക്തമായി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകും. മാത്രമല്ല, ഇന്ന് ക്യാമ്പസിൽ പ്രതിഷേധ പ്രകടനം തുടർന്ന് പ്രിൻസിപ്പലിന്റെ ക്യാബിന് മുന്നിൽ, പ്രിൻസിപ്പലിന്റെ മുറിക്ക് മുന്നിൽ സത്യഗ്രഹ സമരവും നടത്താനാണ് ഇവരുടെ തീരുമാനം. ഇത്തരത്തിൽ ഈ ഡോക്ടർമാർ പണിമുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് പ്രധാനമായും ഹൗസ് സർജന്മാരെ അതുപോലെ PG ഡോക്ടർമാരെയും ആശ്രയിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് രോഗികൾ വലയാൻ കാരണമാകും. നിലവിൽ ഇപ്പോൾ സമരവും തന്നെ തുടങ്ങിയിട്ടില്ല. എന്നാൽ രോഗികൾ കൊണ്ട് 10:30 മണി മുതലാണ് ഇവരുടെ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ മാർച്ചുമെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആതിര. ശരി ബിനോയ്, സ്റ്റൈഫൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഇന്നു മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പ്രതിഷേധ പ്രകടനവും മാർച്ച് നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്.